ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ശക്തമായ ജനാധിപത്യ സംവിധാനവും വൈദഗ്ധ്യമുള്ള തൊഴിലാളി സമൂഹവും ഇന്ത്യയുടെ വികസനത്തിന് ആക്കം കൂട്ടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നാവികസേനയുടെ ഉദയഗിരി, ഹിമഗിരി യുദ്ധക്കപ്പലുകൾ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നിവയുടെ മികച്ച ഉദാഹരണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പൂഴ്ത്തിവയ്പ് തടയാനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് ഗോതമ്പിന്റെ ശേഖരത്തിന് പരിധി ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാന സർക്കാരിന്റെ സൌജന്യ ഓണക്കിറ്റ് വിതരണം നാളെ മുതൽ. ഇന്ത്യൻ ഇറക്കുമതിക്ക് 25% അധിക തീരുവ ചുമത്താനുള്ള US തീരുമാനം നാളെ പ്രാബല്യത്തിൽ. ആഭ്യന്തര ഓഹരി വിപണികളിൽ നഷ്ടം. ജമ്മു മേഖലയിലും പഞ്ചാബിലും ഹിമാചൽ പ്രദേശിലും നാശം വിതച്ച് കനത്ത മഴ. കേരളത്തിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ വിശദമായി. ശക്തമായ ജനാധിപത്യ സംവിധാനവും വൈദഗ്ധ്യവുമുള്ള തൊഴിലാളി സമൂഹവും ഇന്ത്യയുടെ വികസനത്തിന് ആക്കം കൂട്ടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നിർമ്മിത ഇലക്ട്രിക് വാഹനങ്ങൾ ആഗോളതലത്തിലേക്ക് മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അഹമ്മദാബാദിലെ ഹൻസൽപൂരിൽ ഹൈബ്രിഡ് ബാറ്ററി ഇലക്ട്രോഡുകളുടെ പ്രാദേശിക ഉൽപാദനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മാരുതി സുസുക്കിയുടെ ആദ്യ ഇലക്ട്രിക് വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും പ്രധാനമന്ത്രി നിർവഹിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജ്യത്തെ ജനങ്ങൾക്ക് ഗണേശ ചതുർത്ഥി ആശംസകൾ നേർന്നു. ജ്ഞാനത്തിന്റെയും ക്ഷേമത്തിന്റെയും പുതിയ തുടക്കങ്ങൾ സംഭവിക്കട്ടെയെന്ന് രാഷ്ട്രപതി ആശംസിച്ചു. ഉത്സവാഘോഷവേളയിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് മുൻഗണന നൽകണമെന്നും ശ്രീമതി മുർമു ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ ഉദയഗിരി, ഹിമഗിരി യുദ്ധക്കപ്പലുകളുടെ കമ്മീഷനിംഗ് വിശാഖപട്ടണത്ത് നടന്നു. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നിവയുടെ മികച്ച ഉദാഹരണമാണ് ഇന്ന് കമ്മീഷൻ ചെയ്ത നാവികസേന യുദ്ധക്കപ്പലുകളെന്ന് ചടങ്ങിനെ അഭിസംബോധന ചെയ്ത രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. നാവികസേനയിൽ ആധുനികവൽക്കരണം ത്വരിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഒന്നിലധികം കപ്പൽശാലകളിൽ നിന്ന് ഒരേ സമയം യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്നതെന്നും ശ്രീ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. इंडियन नेवी को इस अवसर पर विशेष बधाई देता हूं. INS उदयगिरी और INS हिमगिरी के शामिल होने से हमारी नेवी की स्ट्रेंथ, उसकी रीच और उसकी रेजिलियंस में भारी बढ़ोतरी होगी, ऐसा मेरा विश्वास है. मैं पूरे विश्वास के साथ कह सकता हूं कि दोनों वारसिप राष्ट्र की सुरक्षा के क्षेत्र में एक मील का पत्थर साबित होंगी. ഉദയഗിരി മുംബൈയിലെ കപ്പൽ നിർമ്മാണശാലയിലും ഹിമഗിരി കൊൽക്കത്തയിലുമാണ് നിർമ്മിച്ചത്. പൂഴ്ത്തിവയ്പ് തടയാനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് ഗോതമ്പിന്റെ ശേഖരത്തിന് പരിധി ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മൊത്ത കച്ചവടക്കാർക്കും ചില്ലറ വ്യാപാരികൾക്കും ഉൾപ്പെടെ ഇത് ബാധകമായിരിക്കും. മൊത്ത കച്ചവടക്കാർക്കുള്ള സ്റ്റോക്ക് പരിധി 3000 മെട്രിക് ടണ്ണിൽ നിന്ന് 2000 മെട്രിക് ടണ്ണായും ചില്ലറ വ്യാപാരികൾക്ക് 8 മെട്രിക് ടണ്ണായും നിജപ്പെടുത്തിയെന്ന് കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% അധിക തീരുവ ചുമത്താനുള്ള അമേരിക്കയുടെ തീരുമാനം നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇത് സംബന്ധിച്ച് US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ തീരുവ 50% ഉയരും. നടപടി അന്യായവും നീതീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണെന്ന് ഇന്ത്യ വ്യക്തമാക്കി. US അധിക താരിഫ് നാളെ പ്രാബല്യത്തിൽ വരുന്ന പശ്ചാത്തലത്തിൽ ആഭ്യന്തര ഓഹരി വിപണികളിലും ഇടിവ്. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 849 പോയിന്റ് ഇടിഞ്ഞ് 80,786-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 256 പോയിന്റ് നഷ്ടത്തിൽ 24,712-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 400 രൂപ വർദ്ധിച്ച് 74,840 രൂപയും ഗ്രാമിന് 9,355 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ 10 ദിവസത്തെ ഓണാഘോഷങ്ങളുടെ വരവറിയിച്ച് ഇന്ന് അത്തം. സ്കൂളുകൾ, ക്ഷേത്രങ്ങൾ, സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിൽ മഹാബലിയുടെ സന്ദർശനത്തെ അനുസ്മരിക്കുന്ന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഓണപ്പെരുമ വിളിച്ചറിയിച്ച് തൃപ്പൂണിത്തുറയിൽ ഇന്ന് വർണ്ണാഭമായ അത്തച്ചമയ ഘോഷയാത്ര നടന്നു. അത്തച്ചമയത്തിന്റെ ഉദ്ഘാടനം മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. മന്ത്രി P രാജീവ് അത്ത പതാക ഉയർത്തി. മനുഷ്യരെ ഒന്നായി കാണുന്ന മറ്റൊരു ആഘോഷം ഇന്ത്യയിൽ ഒരിടത്തുമില്ലെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ സൌജന്യ ഓണക്കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി GR അനിൽ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. AAY റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് 14 ഇനം അവശ്യ വസ്തുക്കൾ അടങ്ങിയ കിറ്റ് നൽകുന്നത്. സൌജന്യ ഓണക്കിറ്റുകൾ നാളെ മുതൽ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യും. കേരളത്തിന് കേന്ദ്രം നൽകിക്കൊണ്ടിരിക്കുന്നത് 1,18,000 മെട്രിക് ടൺ ധാന്യമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ഓണത്തിന് 6 മാസത്തേക്ക് അരി അഡ്വാൻസായും കേന്ദ്രം അനുവദിച്ചെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
പാലക്കാട് ഷൊർണൂരിൽ സ്കൂൾ വിദ്യാർത്ഥിക്ക് തെരുവുനായയുടെ കടിയേറ്റു. പരീക്ഷ കഴിഞ്ഞിറങ്ങിയ വിദ്യാർത്ഥിയെ തെരുവുനായ ആക്രമിക്കുകയായിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികളുടെ മകനാണ് തെരുവുനായയുടെ ആക്രമണത്തിന് ഇരയായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജസ്ഥാൻ, ഹരിയാന, ചണ്ഡീഗഡ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, ലഡാക്ക് എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഛത്തീസ്ഗഡ്, കർണാടക, കേരള, കൊങ്കൺ, ഗോവ, മഹാരാഷ്ട്ര, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും അടുത്ത 3 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ നാളെ എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡൽഹിയിലും ശക്തമായ മഴ. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് എയർ ഇന്ത്യ, സ്പൈസ് ജെറ്റ്, ഇൻഡിഗോ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ യാത്രക്കാർക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. യാത്രയ്ക്ക് മുന്നോടിയായി വെബ്സൈറ്റ് പരിശോധിക്കണമെന്ന് വിമാന കമ്പനികൾ അഭ്യർത്ഥിച്ചു. പഞ്ചാബിലും തുടർച്ചയായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഫാസിൽക്ക, പത്താൻകോട്ട് എന്നിവിടങ്ങളിൽ നിരവധി ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു. സൈന്യത്തിന്റെയും NDRF സംഘങ്ങളുടെയും സഹായത്തോടെ ജനങ്ങളെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ബിയാസ് നദിയിലെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് 20ലേറെ ഗ്രാമങ്ങളിൽ കനത്ത നാശനഷ്ടമുണ്ടായി. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ജമ്മു കശ്മീരിൽ വെള്ളപ്പൊക്കം. ജമ്മുവിലെ താവി നദിയിൽ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലായി. ജനങ്ങൾ വീടിനുള്ളിൽ തന്നെ തുടരാനും ജലാശയങ്ങളുടെ സമീപത്തേക്ക് പോകരുതെന്നും ഭരണകൂടം അഭ്യർത്ഥിച്ചു. കനത്ത മഴയെ തുടർന്ന് വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനം നിർത്തിവച്ചു. ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ ഔദ്യോഗിക സമൂഹ മാധ്യമങ്ങളിൽ നൽകിയിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 29-30 തീയതികളിൽ ജപ്പാൻ സന്ദർശിക്കും. ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയ്ക്കൊപ്പം 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉഭയകക്ഷി ബന്ധത്തിന്റെ പുരോഗതി വിലയിരുത്താൻ വാർഷിക ഉച്ചകോടി അവസരമൊരുക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി. ചൈനയിൽ നടക്കാനിരിക്കുന്ന 25ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഈ മാസം 31-നും അടുത്ത മാസം 1-നുമാണ് യോഗം. ചൈനീസ് പ്രധാനമന്ത്രി ഷീ ജിൻപിങ്ങിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഭീകരവാദം, വിഘടനവാദം, തീവ്രവാദം എന്നിവയ്ക്കെതിരെ പോരാടുകയാണ് SCOയുടെ ലക്ഷ്യമെന്ന് വിദേശകാര്യ സെക്രട്ടറി തന്മയാലാൽ പറഞ്ഞു. The SCO was established with the primary goal of countering 3 evils of terrorism, separatism and extremism, which continue to remain a challenge. Today, as a regional platform, there is a broader range of sectors of cooperation among the SCO members. India has been a member of the SCO since 2017, and earlier it was an observer since 2005. കസാഖിസ്ഥാനിൽ നടന്ന 16ാമത് ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ ഇനത്തിൽ ഇന്ത്യയുടെ സ്വിഫ്റ്റ് കൌർ സാമ്രയ്ക്ക് സ്വർണം. ഷൂട്ടർ 8 ഫൈനലിൽ ഇന്ത്യൻ താരം ആഷി ചൌക്സി 7ാം സ്ഥാനത്തെത്തി. സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ചിൽ നടക്കുന്ന ഡയമണ്ട് ലീഗ് ഫൈനലിൽ ഒളിമ്പിക് മെഡൽ ജേതാവായ ഇന്ത്യൻ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര പങ്കെടുക്കും. മറ്റന്നാളാണ് മത്സരം. വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടക്കുന്ന ദ്വിദിന ശില്പശാല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക, അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും കുടിയേറ്റം തടയുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഒഡീഷ, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിലെ ഗ്രാമീണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 15ാം ധനകാര്യ കമ്മീഷന്റെ ആദ്യ ഗഡുവായി കേന്ദ്രം 284 കോടി രൂപ അനുവദിച്ചു. ഒഡീഷയിലെ ഗ്രാമപഞ്ചായത്തുകൾക്കായി 240 കോടി രൂപയും മിസോറാമിന് 14 കോടി രൂപയും ത്രിപുരയ്ക്ക് ഏകദേശം 30 കോടി രൂപയും അനുവദിച്ചതായി കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം അറിയിച്ചു. ഒരു സാമ്പത്തിക വർഷത്തിൽ 2 ഗഡുക്കളായാണ് ഗ്രാന്റുകൾ വിതരണം ചെയ്യുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ശക്തമായ ജനാധിപത്യ സംവിധാനവും വൈദഗ്ധ്യമുള്ള തൊഴിലാളി സമൂഹവും ഇന്ത്യയുടെ വികസനത്തിന് ആക്കം കൂട്ടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നാവികസേനയുടെ ഉദയഗിരി, ഹിമഗിരി യുദ്ധക്കപ്പലുകൾ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നിവയുടെ മികച്ച ഉദാഹരണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പൂഴ്ത്തിവയ്പ് തടയാനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് ഗോതമ്പിന്റെ ശേഖരത്തിന് പരിധി ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാന സർക്കാരിന്റെ സൌജന്യ ഓണക്കിറ്റ് വിതരണം നാളെ മുതൽ. ഇന്ത്യൻ ഇറക്കുമതിക്ക് 25% അധിക തീരുവ ചുമത്താനുള്ള US തീരുമാനം നാളെ പ്രാബല്യത്തിൽ. ആഭ്യന്തര ഓഹരി വിപണികളിൽ നഷ്ടം. ജമ്മു മേഖലയിലും പഞ്ചാബിലും ഹിമാചൽ പ്രദേശിലും നാശം വിതച്ച് കനത്ത മഴ. കേരളത്തിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.